നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CHRൽ പട്ടയം നൽകുന്നത് വിലക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിറങ്ങി 1 വർഷം കഴിഞ്ഞെങ്കിലും വിലക്ക് നീക്കാനുള്ള നിയമ നടപടികൾ വൈകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജില്ലയിൽ CHR ഉൾപ്പെടെ പട്ടയം നൽകാനായിരുന്നു നീക്കം. അനധികൃത മദ്യവിൽപ്പനയ്ക്കും വ്യാജ വാറ്റിനുമെതിരെ കർശന നടപടിയുമായി ഉടുമ്പൻചോല എക്സൈസ്. 2 ദിവസത്തിനുള്ളിൽ പിടിച്ചത് 2 ലിറ്റർ വാറ്റ് ചാരായവും 50 ലിറ്റർ കോടയും 25 ലിറ്റർ വിദേശ മദ്യവും. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മൂന്നാറിലെ പാതയോരങ്ങളിൽ നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ മുറിക്കുന്നതിനെതിരെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനുൾപ്പെടെ പരാതി. ആനിമൽ ആൻഡ് നേച്ചർ എർത്ത് കമ്മ്യൂണിക്കേഷൻ ഭാരവാഹി സന്തോഷാണ് പരാതി നൽകിയത്. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി ഫയർഫോഴ്സ്. സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസർ അഭിലാഷ് KR ആണ് 3ാം ഘട്ട ഡ്യൂട്ടിക്ക് നേതൃത്വം നൽകുന്നത്. ഈ മാസം 8ാം തീയതി പുതിയ സംഘം ചുമതലയേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. CHRൽ പട്ടയം നൽകുന്നത് വിലക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിറങ്ങി 1 വർഷം കഴിഞ്ഞെങ്കിലും വിലക്ക് നീക്കാനുള്ള നിയമ നടപടികൾ വൈകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജില്ലയിൽ CH ഉൾപ്പെടെ പട്ടയം നൽകാനായിരുന്നു നീക്കം. എങ്കിലും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനും തുടർ നടപടി സ്വീകരിക്കുന്നതും വൈകിയതിനാൽ ഇതും നടപ്പിലായിട്ടില്ല. പട്ടയ വിതരണ വിലക്ക് നീക്കുവാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ച പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് വേദികളിൽ വലിയ പ്രചാരണമാണ് നടത്തിയത്. ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പിലാക്കിയിട്ടും ചട്ടം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം വൈകുന്നതും ഓണത്തിന് നൽകുമെന്ന് പ്രഖ്യാപിച്ച ഷോപ്പ് സൈറ്റുകളുടെ പട്ടയം ഇതുവരെ നൽകാൻ സാധിക്കാത്തതുമൂലം പ്രതിസന്ധിയിലായ ഭരണപക്ഷത്തെ ഇത് കൂടുതൽ പ്രതിരോധത്തിലാക്കി. എന്നാൽ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇത്രയേറെ ഇടപെടൽ നടത്തിയ മറ്റൊരു സർക്കാരില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ അവകാശവാദം. കഴിഞ്ഞ ഒക്ടോബർ 31 നടന്ന പട്ടയമേളയിൽ 554 പട്ടയങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്തത്. 2ാം LDF സർക്കാർ സംസ്ഥാനത്ത് ഇതുവരെ 2,33,947 പട്ടയങ്ങൾ വിതരണം ചെയ്തപ്പോൾ ഇടുക്കി ജില്ലയിൽ 7,964 പട്ടയങ്ങൾ മാത്രമാണ് നൽകിയത്. 1,00,000-ലധികം അപേക്ഷകൾ പട്ടയത്തിനായി കാത്തിരിക്കുമ്പോഴാണിത്. 2024 ഒക്ടോബർ 24 CHRൽ പട്ടയവിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയത്. എന്നാൽ 2 മാസം മുമ്പ് മാത്രമാണ് ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനായി റവന്യൂ വകുപ്പ് നിയമവകുപ്പിനോട് നിയമോപദേശം തേടിയത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച് സത്യവാങ്മൂലം നൽകുവാനാണ് നിയമവകുപ്പ് നൽകിയ നിർദ്ദേശമെന്നാണ് വിവരം. കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി നൽകുകയും CHRൽ ഉൾപ്പെടുന്ന 20,363.15 ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകാൻ കേന്ദ്ര സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും അനുമതി നേരത്തെ ലഭിച്ചതാണെന്ന വിവരം കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ CHRലെ പട്ടയവിലക്ക് നീക്കുവാൻ കഴിയുമെന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന വിവരം. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. അനധികൃത മദ്യവിൽപ്പനയ്ക്കും വ്യാജ വാറ്റിനുമെതിരെ കർശന നടപടിയുമായി ഉടുമ്പൻചോല എക്സൈസ്. 2 ദിവസത്തിനുള്ളിൽ പിടിച്ചത് 2 ലിറ്റർ വാറ്റ് ചാരായവും 50 ലിറ്റർ കോടയും 25 ലിറ്റർ വിദേശ മദ്യവുമുണ്ട്. വിദേശ മദ്യം പിടികൂടിയത് ഓട്ടോറിക്ഷയിൽ വിൽപ്പന നടത്തുന്നതിനിടെ. പിടിയിലായ പ്രതി സജി നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയെന്ന് എക്സൈസ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട വ്യാജ മദ്യനിർമ്മാണവും വിൽപ്പനയും ഒപ്പം അനധികൃത മദ്യവിൽപ്പനയും സജീവമാകുമെന്നതിനാൽ ഇതിനെ തടയിടുന്നതിനായി ഉടുമ്പൻചോല എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് MPയുടെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് പാറ മുതുകുളത്ത് തങ്കപ്പൻ താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 2 ലിറ്റർ വാറ്റും 50 ലിറ്റർ കോടയും കണ്ടെത്തിയത്. പ്രതി ചാരായം വാറ്റി തൂക്കുപാലം വെസ്റ്റ് പാറ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു. എക്സൈസ് എത്തുമ്പോൾ ഇയാൾ വീട്ടിലുണ്ടായിരുന്നില്ല. അതിനാൽ പ്രതിയെ പിടികൂടിയിട്ടില്ല. ഇയാൾക്കായി തിരച്ചിലും ഊർജിതമാക്കി. എക്സൈസിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലാണ് പഴയ കൊച്ചറിയിൽ വെച്ച കരുണാപുരം ചാലക്കുടിമേട് സ്വദേശി മുക്കുടിക്കയിൽ സജി 25 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടിയിലായത്. ഇയാൾ വിൽപ്പനയ്ക്കായി മദ്യം സൂക്ഷിച്ചിരുന്ന KL 37 B 3679 എന്ന ഓട്ടോറിക്ഷയും എക്സൈസ് പിടികൂടി. പ്രതി നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയാണെന്നും എക്സൈസ് വ്യക്തമാക്കി. ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സമയത്ത് എക്സൈസ് വകുപ്പ് ഉടുമ്പൻചോലയിൽ വളരെയേറെ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിൽ 25 ലിറ്റർ മദ്യം അനധികൃതമായി വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുപോയ സജീവ് കൊടുക്കൽ എന്നയാളെ
അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കി പുള്ളി റിമാൻഡ് ചെയ്യും. തോട്ടം മേഖലയും അതിർത്തി മേഖലയും കേന്ദ്രീകരിച്ചുള്ള അനധികൃത മദ്യവിൽപ്പന തടയുന്നതിനും വ്യാജ മാറ്റും വിൽപ്പനയും കണ്ടെത്തുന്നതിനായി വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്നും എക്സൈസ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മൂന്നാറിലെ പാതയോരങ്ങളിൽ നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ മുറിക്കുന്നതിനെതിരെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനുൾപ്പെടെ പരാതി. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആനിമൽ ആൻഡ് നേച്ചർ എർത്ത് കമ്മ്യൂണിക്കേഷൻ ഭാരവാഹി സന്തോഷാണ് കേന്ദ്ര സംസ്ഥാന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. 125 വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ തേയിലകൃഷിക്ക് വന്ന ബ്രിട്ടീഷുകാർ തണലിനും അലങ്കാരത്തിനുമായി വെച്ചുപിടിപ്പിച്ച ജക്രാന്ത മരങ്ങൾ ഒരു നാടിന്റെ പൈതൃക സ്വത്താണെന്നും 1980 കേന്ദ്ര വന സംരക്ഷണ നിയമപ്രകാരം ഇവ മുറിച്ചുമാറ്റുന്നത് തടയണമെന്നുമാണ് പരാതിയിൽ ആനിമൽ ആൻഡ് നേച്ചർ എർത്ത് കമ്മ്യൂണിക്കേഷൻ ഭാരവാഹി സന്തോഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്തിയതോടെയാണ് 2 മൈൽ മുതൽ മൂന്നാർ വരെയുള്ള പാതയോരത്തുണ്ടായിരുന്ന നീലവാമരങ്ങൾ ഭൂരിഭാഗവും മുറിച്ചു നീക്കാൻ തുടങ്ങിയത്. ഡിസംബറിൽ ഇലകൾ പൊഴിയുന്ന മരങ്ങളിൽ ഫെബ്രുവരി അവസാനം മുതൽ പൂവിടാൻ തുടങ്ങും. ഏപ്രിൽ അവസാനം വരെ പൂക്കൾ നിലനിൽക്കും. വേനലവധി ആഘോഷിക്കാനായി മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് പാതയോരങ്ങളിൽ പൂത്തു നിൽക്കുന്ന വയലറ്റ് വസന്തത്തിന്റെ കാഴ്ച ഏറെ ഹൃദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി ശരണമന്ത്രം. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി ഫയർഫോഴ്സ്. സന്നിധാനത്ത് സ്പെഷ്യൽ ഓഫീസർ അഭിലാഷ് KR ആണ് 3ാം ഘട്ട ഡ്യൂട്ടിക്ക് നേതൃത്വം നൽകുന്നത്. ഈ മാസം 8-ാം തീയതി പുതിയ സംഘം ചുമതലയേറ്റു. പ്രാഥമികമായി അഗ്നിസുരക്ഷയാണ് ലക്ഷ്യമെങ്കിലും കുഴഞ്ഞു വീഴുന്ന തീർത്ഥാടകരെ ആശുപത്രിയിലെത്തിക്കുന്നതുൾപ്പെടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സേനയുടെ സജീവ പങ്കാളിത്തമുണ്ട്. സീസൺ ആരംഭിച്ച ശേഷം ഇതുവരെ 220ഓളം കേസുകൾ അറ്റൻഡ് ചെയ്തു. ഇതിൽ തന്നെ ഏകദേശം 200ഓളം കേസുകൾ കുഴഞ്ഞു വീണവരെ സ്ട്രെച്ചറിലെടുത്ത് ആശുപത്രിയിലെത്തിച്ചതാണ്. കൂടാതെ പുല്ലുമേട് വഴിയുള്ള വനപാതയിൽ കുടുങ്ങിപ്പോകുന്ന തീർത്ഥാടകരെയും രക്ഷാപ്രവർത്തകർ സുരക്ഷിതമായി സന്നിധാനത്ത് എത്തിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും ഊർജിതമായി നടക്കുന്നു. സന്നിധാനത്ത് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റു വകുപ്പുകളിലെ ജീവനക്കാർക്ക് പ്രാഥമിക അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള ക്ലാസുകൾ പുരോഗമിക്കുകയാണ്. തീർത്ഥാടനം സുരക്ഷിതമായി പൂർത്തിയാക്കുന്നതിനായി ഫയർ സേഫ്റ്റി ഓഡിറ്റും സെക്യൂരിറ്റി ചെക്കിങ്ങും ഊർജിതമാക്കിയിട്ടുണ്ട്. അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സ്ഥാപന ഉടമകൾക്ക് നോട്ടീസ് നൽകി സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു. അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സ്ഥാപനങ്ങളുടെ അധികൃതർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് അത്തരം സാധ്യതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. പരമാവധി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നമ്മുടെ സീസൺ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ഭംഗിയായി പോകുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഫയർ സർവീസിൻ്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരിക്കുന്നു. യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഈ തീർത്ഥാടന കാലം ഭംഗിയായി പര്യവസാനിക്കുന്നതിന് ഫയർഫോഴ്സ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുമെന്ന് സ്പെഷ്യൽ ഓഫീസർ അഭിലാഷ് കൂട്ടിച്ചേർത്തു. സിറ്റി വിഷൻ, സന്നിധാനം. ശബരിമല അയ്യപ്പ സന്നിധിയിൽ തുടർച്ചയായ 7ാം വർഷവും സംഗീതാർച്ചനയുമായി തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തസംഘം എത്തി. തമിഴ്നാട്ടിലെ താമ്പരം സ്വദേശികളായ ഹരിയോം അരുൾ ഇസൈ സംഘമാണ് ഭക്തിസാന്ദ്രമായ സംഗീതാർച്ചന സ്വാമിക്ക് സമർപ്പിച്ചത്.
ആചാരപ്പെരുമയിൽ അണിഞ്ഞൊരുങ്ങിയ സന്നിധാനത്ത് വലിയ നടപ്പന്തലിലെ ശാസ്താ ഓഡിറ്റോറിയം സംഗീത സാന്ദ്രമായി മാറി. ഗായകരായ സെന്തിൽ കുമാറും ബാലാജിയും നേതൃത്വം നൽകിയ പരിപാടിയിൽ കീബോർഡ്, തബല, പാട്ട് തുടങ്ങിയ വിവിധ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സംഘത്തിന്റെ പ്രകടനം. തുടർച്ചയായ 7ാം വർഷമാണ് ഹരിയോം അരുളിസൈ സംഘം അയ്യപ്പ സന്നിധിയിൽ ഗാനാർച്ചന നടത്തുന്നത്. ബാബു, ദിനകർ, ഗോപി, ചെല്ലപ്പതി, റാം എന്നിവരാണ് സംഘത്തിലെ മറ്റ് കലാകാരന്മാർ. ഭക്തിഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത സമർപ്പണം അയ്യപ്പ ഭക്തർക്ക് ആത്മീയാനുഭൂതി പകർന്നു. സിറ്റി വിഷൻ, സന്നിധാനം. ശബരിമല തീർത്ഥാടകർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും ഉറപ്പാക്കി സമഗ്രവും സമാനതകളില്ലാത്തതുമായ സേവന ശൃംഖലയുമായി ചുക്കുവെള്ളവും ബിസ്ക്കറ്റ് വിതരണവും ശ്രദ്ധേയമാകുന്നു. നീലിമല മുതൽ ഉരക്കുഴി വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഈ സേവനം 24 മണിക്കൂറും തടസ്സമില്ലാതെ ലഭ്യമാക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് ഉന്മേഷം പകരുന്ന ചുക്കുവെള്ളത്തിന്റെ വിതരണത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തടസ്സമില്ലാത്ത സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ശരംകുത്തിയിൽ ഉയർന്ന ശേഷിയുള്ള 2 അത്യാധുനിക 5000 ലിറ്റർ ബോയിലർ യൂണിറ്റുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. നീലിമല മുതൽ ഉരക്കുഴി വരെയുള്ള പ്രധാന ഇടങ്ങളിലെല്ലാം തീർത്ഥാടകർക്കായി സേവനങ്ങൾ ലഭ്യമാണ്. 20 ചുക്കുവെള്ള വിതരണ കൗണ്ടറുകളും 27 കിയോസ്കുകളും പ്രവർത്തന സജ്ജമാണ്. ചുക്കുവെള്ളം, ബിസ്ക്കറ്റ് എന്നിവയുടെ വിതരണത്തിനായി 500ഓളം ജീവനക്കാർ 24 മണിക്കൂറും 3 ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. നടപ്പന്തലിലെ തിരക്ക് പരിഗണിച്ച ഇവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് സേവനം നൽകുന്നത്. നടപ്പന്തലിലെ ഉയർന്ന ആവശ്യം നിറവേറ്റുന്നതിനായി 5 ട്രോളികളും ഏകദേശം 120 തൊഴിലാളികളെയും 3 ഷിഫ്റ്റുകളിലായി വിന്യസിച്ചിരിക്കുന്നു. ചുക്കുവെള്ളത്തോടൊപ്പം ബിസ്ക്കറ്റുകളും പ്രധാന കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട്. ശബരിപീഠം, മരക്കോട്ടം, ശരംകുത്തി, നടപ്പന്തൽ, പാണ്ടിത്താവളം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലാണ് ബിസ്ക്കറ്റ് വിതരണം നടത്തുന്നത്. ഇതുവരെ 1.6 കോടിയിലേറെ ബിസ്ക്കറ്റുകളാണ് തീർത്ഥാടകർക്ക് വിതരണം ചെയ്തത്. തീർത്ഥാടകർക്ക് യാത്രയിലുടനീളം സമയബന്ധിതമായി കുടിവെള്ളത്തോടൊപ്പം ലഘുഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന ഈ വിപുലമായ സംവിധാനം ഉറപ്പാക്കുന്നു. സിറ്റി വിഷൻ, സന്നിധാനം. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. ആ
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഉപ്പുതറ പഞ്ചായത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് LDF. 10 വർഷമായി ഭരണം നഷ്ടപ്പെട്ട പഞ്ചായത്തിൽ ഭരണം തിരികെ പിടിക്കുമെന്ന് UDF. ഗ്രാമ, ബ്ലോക്ക്, ജില്ലകളിൽ ഭൂരിഭാഗം സീറ്റും LDF നേടുമെന്ന അവകാശവാദം നേതാക്കൾ നിരത്തുമ്പോൾ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് UDF. വോട്ടെടുപ്പ് കഴിഞ്ഞ് കൂട്ടലും കിഴിക്കലും കഴിഞ്ഞ് പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇന്ന് രാവിലെ മുതൽ കണക്കുകൂട്ടലുകൾ സജീവമായിരിക്കുകയാണ്. LDFന് ഉപ്പുതറ പഞ്ചായത്തിലെ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന വിശ്വാസമാണുള്ളത്. 11 സീറ്റിൽ 10 സീറ്റും നേടി ഭരണം ഉറപ്പാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് LDFനുള്ളത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ മികച്ച വിജയം നേടും. നാളെ ഇതുവരെ ഉണ്ടായതിലും മെച്ചപ്പെട്ട വിജയത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം ഉറപ്പാക്കും. ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിനടക്കം ജനപ്രതിനിധികൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഈ പഞ്ചായത്തിൽ നിന്ന് പൂർണ്ണമായും ഉണ്ടാകും LDFന് അനുകൂലമായി. കഴിഞ്ഞ 10 വർഷമായി ഭരണം നഷ്ടപ്പെട്ട UDFന് മുഴുവൻ സീറ്റിലും വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണുള്ളത്. വോട്ടർമാർ വോട്ട് ചെയ്തത് കണ്ടത് ആ രീതിക്കാണെന്നാണ് നേതാക്കൾ പറയുന്നത്. ഉപ്പുതറ പഞ്ചായത്തിൽ UDF ഭരണം തിരിച്ചു പിടിക്കും. 18 വാർഡിലും വിജയ പ്രതീക്ഷയാണ്. എല്ലാ വാർഡിലും നല്ല രീതിയിലുള്ള മത്സരം UDF കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10 വർഷക്കാലമായിക്കൊണ്ട് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ ഭരണമില്ലായിരുന്നു. അത് ഈ വർഷം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ഭരണം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ വാർഡുകളിലും തന്നെ സ്ഥാനാർത്ഥിമാർ ജയിച്ചു വരും. ഉപ്പുതറ പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലും കനത്ത പോളിംഗ് ആണ് നടന്നത്. ഇത് ഇരു മുന്നണികളിലും പ്രതീക്ഷ കൈവന്നിരിക്കുകയാണ്. പല വാർഡുകളിലും സ്വതന്ത്ര പിടിക്കുന്ന വോട്ടാണ് വിജയം നിർണയിക്കുന്നതെന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. സിറ്റി വിഷൻ, ഉപ്പുതറ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി കാത്തിരിക്കുമ്പോൾ ചക്കപ്പള്ളം പഞ്ചായത്തിൽ വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തികഞ്ഞ ആത്മവിശ്വാസമാണ് 3 മുന്നണികളുടെയും നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ PK രാമചന്ദ്രൻ പറയുന്നു. വളരെ ആവേശകരമായാണ് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചക്കവള്ളം ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കാലങ്ങളെക്കാൾ മുൻതൂക്കവും അതുപോലെ തന്നെ വലിയ മുന്നേറ്റവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് നടക്കുമ്പോഴും വോട്ട് കഴിഞ്ഞപ്പോഴും അതുതന്നെയാണ് വസ്തുത. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം തവണയും ചക്കവള്ളം ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ഇടുക്കി ജില്ലാ പഞ്ചായത്തിലും അധികാരത്തിൽ വരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അങ്ങനെ തുടർഭരണത്തിലേക്ക് പോവുകയാണ്. അതിന് പ്രധാനമായ കാരണം കേരളത്തിലെ 9.5 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമസ്ത മേഖലകളിൽ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ്. നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് VV മുരളി പറഞ്ഞു. കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടാകും തീർച്ചയായും. ഇതിന് കാരണം ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളും അതോടൊപ്പം തന്നെ 10 വർഷക്കാലം ഇടതുമുന്നണി ആണ് ഈ ചക്കവള്ളം പഞ്ചായത്ത് ഭരിക്കുന്നത്. അവരുടെ കെടുകാര്യസ്ഥതയും അതേപോലെ തന്നെ വികസന മുരടിപ്പും അത് ജനങ്ങളിലെ വലിയ പ്രതിഷേധമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ചക്കവള്ളം പഞ്ചായത്തിലെ 16 സീറ്റിലും വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം അതുപോലെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. BJPക്ക് മികച്ച പ്രതീക്ഷയാണ് ഉള്ളതെന്ന് സംസ്ഥാന സമിതി അംഗം അമ്പിയൽ മുരുകനും പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത ഒരു വ്യക്തികൾ പോലും ചക്കവള്ളം പഞ്ചായത്തിലില്ല. അതുതന്നെ ഒരു വലിയ നേട്ടമാണ്. എങ്കിലും ചില സ്ഥലങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ചില ആളുകളുണ്ട്. അവരിലേക്കൂടെ ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഈ കേന്ദ്ര സർക്കാരിനുള്ള ബഹുമാനവും ആദരവും കൊണ്ട് ചക്കവള്ളം പഞ്ചായത്തിൽ ഒരു വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വലിയ വിജയപ്രതീക്ഷയിലാണ് ഞങ്ങളുടെ ഈ 16 വാർഡുകളിലും ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്.
സിറ്റി വിഷൻ കുമളി. ഇനി മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. ഇടുക്കി മരച്ചുവട് വെള്ളച്ചാട്ടം ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായതിനൊപ്പം സിനിമകളുടെയും പരസ്യചിത്രങ്ങളുടെയും ലൊക്കേഷൻ കൂടിയായി മാറിയിരിക്കുകയാണ്. യൂട്യൂബ് ബ്ലോഗർമാരും മരച്ചുവട് വെള്ളച്ചാട്ടം ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിന് സമീപം ഇടക്കുടിയിൽ അനുരാജിന്റെ കൃഷിയിടത്തിലെ മനോഹരമായ വെള്ളച്ചാട്ടം ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ഇതിനുശേഷം ഇവിടം സ്വദേശീയരും വിദേശീയരുമായ നിരവധി സഞ്ചാരികളാണ് ഈ വെള്ളച്ചാട്ടം തേടിയെത്തുന്നത്. നിരവധി മലയാള സിനിമകളുടെയും പരസ്യചിത്രങ്ങളുടെയും പ്രധാന ലൊക്കേഷനായി മരച്ചുവട് വെള്ളച്ചാട്ടം ചുരുങ്ങിയ കാലം കൊണ്ടാണ് മാറിയത്. കോവിഡ് സമയത്താണ് ഇത് കൂടുതലായിട്ട് ആളുകൾ വരാൻ തുടങ്ങിയത്. കുറേ സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലൊപ്പം തന്നെ ആൽബം, വീഡിയോകൾ ഒരുപാട്, ഈ പ്രീ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ധാരാളം ആളുകൾ, സഞ്ചാരികൾ പല സ്ഥലത്തുനിന്നായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ മൂന്നാർ കുമളി റൂട്ടിലാണെങ്കിൽ ശങ്കപ്പൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊരു 2 കിലോമീറ്റർ അകലെയാണ്. അതോടൊപ്പം തന്നെ ഇതേ റൂട്ടിൽ ശാന്തമ്പാറയിൽ നിന്നാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. വനസമാനമായ അന്തരീക്ഷത്തിന് നടുവിൽ നിൽക്കുന്ന വെള്ളച്ചാട്ടവും പരിസരവും നാട്ടുകാരുടെ നിരീക്ഷണത്തിലുമാണ്. പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഇവിടെ നിക്ഷേപിക്കാൻ ഇവർ അനുവദിക്കില്ല. ഒപ്പം ഇവിടുത്തെ മരങ്ങളും കുറ്റിക്കാടും ഇവർ കാത്തു സൂക്ഷിക്കുകയാണ്. വലിയ ടൂറിസം സാധ്യത നിലനിൽക്കുന്ന പ്രദേശം സഞ്ചാരികൾക്കായി നാട്ടുകാർ കാത്തു പരിപാലിക്കുന്നതും മാലിന്യങ്ങൾ കൊണ്ട് നിറയുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ്. സിറ്റി വിഷൻ സേനാപതി. തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടർ രാജേഷ് ടി.ജിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ജാഗ്രത സമിതി യോഗം ചേർന്നു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായ സബ് ഇൻസ്പെക്ടർ ബിജു വി.എ, സബ് ഇൻസ്പെക്ടർ അരുൺ എന്നിവർ പങ്കെടുത്തു. വിവിധ വകുപ്പുകളുമായി ഏകോപനം സാധ്യമാക്കുന്ന ജാഗ്രതാ സമിതി പൊതുസ്വഭാവമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിയമബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകാനും പരാതി പരിഹാരത്തിനോടൊപ്പം ബോധവൽക്കരണവും പ്രതിരോധവും ശക്തമാക്കുന്നതിലൂടെ സുരക്ഷിതമായ സമൂഹം നിർമ്മിക്കാനുമാണ് ഊന്നൽ നൽകുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,985 രൂപ, പവന് 95,880 രൂപ, വെള്ളി ഗ്രാമിന് 209 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CHRൽ പട്ടയം നൽകുന്നത് വിലക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിറങ്ങി 1 വർഷം കഴിഞ്ഞെങ്കിലും വിലക്ക് നീക്കാനുള്ള നിയമ നടപടികൾ വൈകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജില്ലയിൽ CHR ഉൾപ്പെടെ പട്ടയം നൽകാനായിരുന്നു നീക്കം. അനധികൃത മദ്യവിൽപ്പനയ്ക്കും വ്യാജ വാറ്റിനുമെതിരെ കർശന നടപടിയുമായി ഉടുമ്പൻചോല എക്സൈസ്. 2 ദിവസത്തിനുള്ളിൽ പിടിച്ചത് 2 ലിറ്റർ വാറ്റ് ചാരായവും 50 ലിറ്റർ കോടയും 25 ലിറ്റർ വിദേശ മദ്യവും. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മൂന്നാറിലെ പാതയോരങ്ങളിൽ നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ മുറിക്കുന്നതിനെതിരെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനുൾപ്പെടെ പരാതി. ആനിമൽ ആൻഡ് നേച്ചർ എർത്ത് കമ്മ്യൂണിക്കേഷൻ ഭാരവാഹി സന്തോഷാണ് പരാതി നൽകിയത്. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി ഫയർഫോഴ്സ്. സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസർ അഭിലാഷ് KR ആണ് 3ാം ഘട്ട ഡ്യൂട്ടിക്ക് നേതൃത്വം നൽകുന്നത്. ഈ മാസം 8-ാം തീയതി പുതിയ സംഘം ചുമതലയേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.